വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പിടിതരാതെ ബേലൂർ മക്കിന്. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചു. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായത്. മണ്ണുണ്ടി ഭാഗത്ത് നിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങി. ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ആനയെ കർണാടകത്തിലേക്ക് കടത്തിവിടാൻ ശ്രമമെന്നാരോപിച്ച് ബാവലിയിൽ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. മണ്ണുണ്ടിയിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ ഇത് വീണ്ടും പുനരാരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നു. ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിവരങ്ങൾ സജോ? രജിത, വനം വകുപ്പ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഈ മണ്ണുണ്ടിയിൽ പരിശോധന നടത്തിയതിന് ശേഷമുള്ള അവർ തിരികെ മടങ്ങിപ്പോകാൻ, ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് തിരികെ മടങ്ങിപ്പോകാനാണ് ശ്രമിച്ചത്. അതിനിടെയാണ് വലിയ പ്രതിഷേധം ഈ പ്രദേശത്തെ ആളുകൾ നടത്തിയത്. സജോ ദേവസ്യയിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചിരിക്കുകയാണ്. കുങ്കിയാനകളുമായി ഉൾക്കാട്ടിലേക്ക് കടന്ന് നിരീക്ഷണം, പരിശോധന ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുകൂലമായ സാഹചര്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് ഇന്നത്തെ ദൗത്യം ഉപേക്ഷിക്കുകയാണ്. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതാണ് ദൗത്യത്തിന് തിരിച്ചടിയായി മാറുന്നത്. മണ്ണുണ്ണി ഭാഗത്തുനിന്ന് ദൗത്യസംഘവും കുങ്കിയാനകളും മടങ്ങിയിരിക്കുന്നു. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. സജോ ദേവസ്യ തുടരുന്ന വിവരങ്ങളുമായി. സജോ, തുടരാം. സജോ, രജിത, നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ലേ, എന്താണ് ഇവിടെ ഇങ്ങനെ പ്രതിഷേധത്തിന്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഇന്നലെ ആന വന്നതിന്റെ ശേഷമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അതെ, അതാണ് നമുക്ക് വേണ്ടത്. മനുഷ്യർക്ക് സുരക്ഷ വേണം. കാരണം അവർ 5 മണിയായപ്പോഴത്തേന് പോയി എന്താ പറയാ, ഒരാളെ പോലും എന്നാ പിന്നെ അവർ പറയാ ഇന്ന പെട്ടെന്ന് അവിടെ ആനയുണ്ട്, ഇന്ന സ്ഥലത്തേക്ക് ഇരുമ്പുപാലം മണ്ണുണ്ടി പ്രദേശത്തിന്റെ നടുക്കാണ് ആന ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് ആന മാഞ്ഞു പോകുന്നുള്ളൊരു സംവിധാനങ്ങൾ ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് മറുപടി കോളനിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള നിവാസികൾക്ക് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തിട്ടാണ് പോകേണ്ടത്. അതൊന്നും ചെയ്യാണ്ട് അതാണ് അവർ ചെയ്തത് എന്നറിയോ. ഒന്നില്ലെങ്കിൽ കോളനിക്കാരോട് പറയാം. കാരണം ഇന്ന് ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി സുരക്ഷിതമായി ഇന്ന് ദൗത്യം പൂർത്തിയാക്കിയ സമയത്ത് ഞങ്ങൾ ഈ കോളനി ഇവിടെ കോളനി ഈ പ്രൈവറ്റ് ഏരിയയിലും കോളനി ഭാഗത്തിൽ ആൾക്കാരുണ്ടാവും, സുരക്ഷിതമായിട്ട് ആൾക്കാർ കാവൽക്കാരോ ആൾക്കാരുണ്ട് എന്ന് പറയണമായിരുന്നു. അത് ആ ഒരു ഉത്തരവാദിത്തം ഇവരെ ഏറ്റിട്ടില്ല. ആ ഒരു വന്ന് വണ്ടി കയറി അങ്ങ് പോവുക ചെയ്യുക. അതെന്നാണോ ഇവിടുത്തെ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ ഇവരെ വീഴ്പോഴി കിടക്കും. ഈ കോളനിക്കാരെന്താക്കും? ആണ് അവർ പറയുന്നത്. നമുക്ക് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ കാണാം, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമെല്ലാം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനമെല്ലാം ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ സഞ്ചരിച്ച അവർ പോകാൻ വേണ്ടി കയറിയ വാഹനമാണ്. ആ വാഹനം ഉൾപ്പെടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറിയില്ല. തങ്ങളുടെ ഈ ദൗത്യം സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വ്യക്തതയില്ല, ദൗത്യത്തിൻ്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഒരു വ്യക്തതയുമില്ല, അതിലൊരു മറുപടി പറയാൻ തയ്യാറല്ല. ആന ഇപ്പോഴും മണ്ണുണ്ടി ഭാഗത്തുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ആന ജനവാസ മേഖലയിലേക്ക് കയറുകയില്ലേ? അങ്ങനെ കയറിയാൽ ജനങ്ങൾക്ക് സുരക്ഷയുണ്ടോ? ഉറപ്പില്ലാതെ നടക്കൂല. ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങളെ കൊന്നിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. ഡീഫ് ഉള്ളവർ വന്നാൽ പോലെ ഇതിന്റെ തീരുമാനം, ഈ ആനേന്റെ തീരുമാനം ഇത് കണ്ടോ. ഇവരൊക്കെ പേടിച്ചിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതാണ്, മനുഷ്യരല്ലേ. രജിസ്റ്റർ വന്നോട്ടെ, നമ്മുടെ വൈൽഡ് രജിസ്റ്റർ വരട്ടെ, പറയട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. കാരണം DF വരിക സത്യം.
ഇതിപ്പോൾ നമ്മൾ പുറത്ത് താമസിക്കുന്നവരാ അക്കരെ. ഇതിപ്പോൾ എപ്പോൾ വരുന്ന ഇറങ്ങുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവരാനെ പിടിക്കണം. അതാണ് ഈ ആനനെ പിടിക്കണം. അല്ലെങ്കിൽ ഇത് ഒരാളെ കൊന്നിട്ട് വന്ന ആനയാണ്, അത് പാഞ്ഞ് നടക്കും. കൊന്ന ആനയുണ്ടല്ലോ എവിടെ നിൽക്കൂല, പാഞ്ഞ് തന്നെ നടക്കും. അത് കൊന്ന ആളുടെ അടുത്തും പോകും. കാര്യങ്ങളൊന്നും പറയാതെ ഇവർ വേഗം പോകുന്നു. കൊന്ന ആളുടെ അടുത്തും പോകും യാന കൊന്ന ആളുടെ അടുത്തും പോകും. അതാണ് ഇവിടെ ആളുകളൊക്കെ ഇവിടുത്തെ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു സുരക്ഷ ഇല്ലെന്നാണോ? നമുക്കൊരു സുരക്ഷിതയില്ല, അതന്നെ നമ്മൾ പറയുന്നുള്ളൂ. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്നെങ്കിൽ നമ്മൾ അവരോട് സാറുമാരെ നമ്മളോട് സഹകരിക്കുക, നമ്മൾ അങ്ങോട്ട് സഹകരിക്കുക. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം ഉപേക്ഷിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. ആനയെ കർണാടകത്തിലേക്ക് കടത്തിവിടാൻ ശ്രമം എന്നാരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. വനംവകുപ്പ് കൈയൊഴിയാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വിമർശനവും അവർ സജീവമായി ഉയർത്തുന്നു. ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, അതുകൊണ്ട് രൂപപ്പെടുന്ന പ്രതിഷേധം എന്നാണ് അവരതിനെ വിശദീകരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജോ, തുടരാം. സജോ, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ പരിഹരിച്ച് സജോ ദേവസ്യ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. സുരക്ഷ ഉറപ്പാക്കാതെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഉദ്യോഗസ്ഥരെ തടഞ്ഞ് അവിടെയുള്ള നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. കാലങ്ങളായി അവർ ഉയർത്തുന്നൊരു പ്രശ്നം, അതിനിടയിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. എന്നിട്ടും ഈ തെരച്ചിലിൻ്റെ ഭാഗമായി നടന്ന നടപടികളെ വിശദീകരിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അവർ ഇന്നത്തെ ദൗത്യം പൂർത്തിയാക്കി അത് ജനങ്ങളോട് വിശദീകരിക്കാതെ മടങ്ങുന്നു എന്നുള്ള വിമർശനവും പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോ, വിവരങ്ങൾ എന്താണ് സജോ? രജിത്ത്, ഇപ്പോഴും ഇവിടെ മണ്ണുണ്ടിയിൽ പ്രതിഷേധം തുടരുകയാണ്. നാട്ടുകാർ പറയുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ജനവാസ മേഖലകളൊക്കെയുണ്ട്. ഇവിടെ ഒരു ആദിവാസി സെറ്റിൽമെന്റ് അടക്കമുള്ള മേഖലയുണ്ട്. നെല്ലൂരിൽ മാത്രം ഏതാണ്ട് ഈ തൊട്ടടുത്ത് വനമേഖലയുടെ തൊട്ടടുത്ത് ഒരു ഭാഗത്ത് മാത്രം 50ഓളം വീടുകളുണ്ട്. മറുഭാഗത്ത് മറ്റൊരു കോളനി ഉൾപ്പെടെയുണ്ട്. അതായത് ഇത്രയും വീടുകളുള്ള ഒരു ജനവാസ മേഖലയാണ്. മണ്ണുണ്ടിയിൽ ഇന്ന് ഇപ്പോൾ ഈ ദൗത്യ സംഘം പെട്ടെന്ന് തിരികെ മടങ്ങുന്നു. എന്തെങ്കിലും ഒരു മറുപടി വേണം. ഇവിടെ ഒരു സ്ഥിരമായ സാന്നിധ്യം, RRT സംഘത്തിന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ വാച്ചർമാരുടെ സാന്നിധ്യം സ്ഥിരമായി ഉറപ്പാക്കണം എന്നതാണ് ഉദ്യോഗസ്ഥരോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ ദൗത്യം ഏതായാലും ഇന്ന് ദൗത്യം ദുഷ്കരമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ദൗത്യം ഏതായാലും നിർത്താൻ തീരുമാനിച്ചത്. അതായത് പിന്തുടരുന്നെങ്കിലും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കി, ഒപ്പം വനത്തിന്റെ സ്വഭാവം, ടെറൈൻ ഇതൊക്കെ പരിഗണിച്ച് ഇന്ന് ഏതായാലും അത് അപ്രായോഗികമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് ദൗത്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ നാളെ മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ. ഇതിനുശേഷമാണ് ഉദ്യോഗസ്ഥർ, റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. പക്ഷേ DFO ഇല്ല. റേഞ്ച് ഓഫീസർ പറയുന്നൊരു കാര്യം, താനല്ല ഇതിന് മറുപടി പറയേണ്ടത് എന്നതാണ്. DFOയോട് ചോദിക്കുക, സ്ഥലം DFOയോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും റേഞ്ച് ഓഫീസർമാരെ ഉൾപ്പെടുത്തിയാണ് വിപുലമായ സംഘം രൂപീകരിച്ചത്. ആ സംഘമാണ് ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിച്ച് മടങ്ങിയത്. അതിനിടെയാണ് ഈ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിട്ട് മണ്ണുണ്ടിയിലെ ജനങ്ങൾ, നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധിച്ചു. സജോ ദേവസ്യാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമം അതാണ് ഇപ്പോൾ നാട്ടുകാർ തടഞ്ഞിരിക്കുന്നത്. തങ്ങൾക്ക് സുരക്ഷ ഒരുക്കാതെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ഇന്ന് മയക്കുവെടിവെച്ച് പിടികൂടാൻ അനുകൂലമായ സാഹചര്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ദൗത്യസംഘം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ ഇത് പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിനോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഉദ്യോഗസ്ഥരെ തടഞ്ഞുള്ള പ്രതിഷേധം ഇപ്പോഴും
തുടരുകയാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട് മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് കണ്ണീരോടെ വിട. പടമലയിലെ സെന്റ് അൽഫോൺസ് ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റന്നാൾ ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മരണവിവരം അറിഞ്ഞെത്തുന്നവരുടെ ഹൃദയവേദനയാൽ വികാരനിർഭരമായിരുന്നു ചാലികത പടമലയിലെ അജീഷിന്റെ വസതി. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പൊതുദർശനം വൈകുന്നേരം 3 മണി വരെ നീണ്ടു. തുടർന്ന് വീട്ടിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പടമലയിലെ സെയിന്റ് അൽഫോൺസ ചർച്ചിലേക്ക് വിലാപയാത്ര. മാനന്തവാടി ബിഷപ്പ് ജോസ് പെരുന്നോടത്തിന്റെ നേതൃത്വത്തിൽ മൃതശുശ്രൂഷ ചടങ്ങുകൾ. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ചില അപാകതകളുണ്ടെന്ന് മാനന്തവാടി ബിഷപ്പും വിമർശിച്ചു. നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ന്യായമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി അവർക്ക് പകരം നിങ്ങൾ മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ഞങ്ങൾ ചില അപാകതകൾ കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെ സെയിന്റ് അൽഫോൺസ പള്ളിയിലെ കുടുംബക്കല്ലറയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് നാടിന്റെ പ്രിയപ്പെട്ടവന് അന്ത്യവിശ്രമമൊരുക്കി. വയനാട്. വന്യജീവി ശല്യം പരിഹരിക്കാൻ അന്തർസംസ്ഥാന ഏകോപന സമിതി രൂപീകരിക്കും. വയനാട്ടിൽ 2 RRT സംഘത്തെയും 170 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സിനെയും അധികം നിയോഗിക്കാനും തൃശൂരിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. വന്യമൃഗ ആക്രമണത്തിൽ സർക്കാരിനെ വിമർശിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും സിറോ മലബാർ സഭാധ്യക്ഷൻ റാഫേൽ തട്ടിലും രംഗത്തെത്തി. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കഴിയാത്തത് സർക്കാരിന് വെല്ലുവിളിയാകുകയാണ്. ആനകളുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്നതിനും വന്യജീവി ആക്രമണം തടയുന്നതിൽ കാര്യക്ഷമമായ ഇടപെടൽ ലക്ഷ്യമിട്ടുമാണ് അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം പതിവാകുന്ന സാഹചര്യത്തിൽ 3 വനം വകുപ്പ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സെൽ ആരംഭിക്കും. പുതുതായി സേനയിലെത്തിയ 170 ബീറ്റ് ഓഫീസർമാരെ വയനാട്ടിൽ നിയമിക്കാൻ തീരുമാനിച്ചതായും ഇന്നു ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 2 സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. 2 RRTകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ധനവകുപ്പിനെ കുറിച്ച് അറിയാത്ത ധനമന്ത്രിയും വനം വകുപ്പിനെ കുറിച്ച് അറിയാത്ത വനം മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിഹസിച്ചു. സാമ്പത്തിക മേഖലയെക്കുറിച്ച് അറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു മന്ത്രി വനം വകുപ്പിന്റെ ചുമതല. കൊലയാളിയായിട്ടുള്ള ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് അത് വനം വകുപ്പിന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പും ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. ആനയെക്കുറിച്ച് കർണാടക കൃത്യമായി വിവരം നൽകിയിട്ടും കേരള വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിരീക്ഷണമുണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഈ ആന ഇവിടേക്ക് കടന്നിരിക്കുന്നത് അറിയാലോ, അറിയിച്ചു. 1 മാസമായിട്ട് അറിയാം. ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം. സംസ്ഥാന വനം വകുപ്പിന് അറിയാം. ഇങ്ങനെ ഒരു ആന ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് സംസ്ഥാന വനം വകുപ്പ് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടില്ലേ സംസ്ഥാന സർക്കാർ അപ്പോൾ വിളിക്കണ്ടേ അവിടെ? വയനാട്ടിൽ ഗുരുതര സാഹചര്യമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മുൻ MLA CK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലേപ്പോക്ക് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കൂടി വിമർശനം ഉന്നയിക്കുന്നവർ തയ്യാറാകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. 24 തൃശൂർ. വന്യജീവി ആക്രമണ മേഖലകളിലെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയായി 24 ലൈവത്തോൺ. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വന്യജീവി ആക്രമണത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന കഥകൾ പ്രദേശവാസികൾ 24നോട് പങ്കുവച്ചു.
അപ്പോൾ ഒരു PT7 പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇനിയുള്ള ആനകളെ പിടിച്ചതുകൊണ്ടോ ഇവിടുത്തെ ധോണിയിൽ അടുത്ത ആനകൾ വീണ്ടും വരും. അപ്പോൾ അതല്ല ഇവിടെ ആവശ്യം. ഒരു ശാശ്വത പരിഹാരമായിട്ട്, അതായത് ആനയല്ല എല്ലാ വന്യമൃഗങ്ങളും വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ട ഒരു നടപടി ഉദ്യോഗസ്ഥന്മാരായാലും ഗവൺമെൻറ് ആയാലും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ധോണിക്കാർക്ക് സ്ഥിരം ശല്യമായിരുന്ന PT7 പിടികൂടിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും നഷ്ടപ്പെടലിന്റെ നൊമ്പരം ഇന്നും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് ശിവരാമന്റെ കുടുംബത്തിന്. PT7 ആക്രമണത്തിൽ ധോണി സ്വദേശിയായ ശിവരാമന് ജീവൻ നഷ്ടമായിരുന്നു. ശിവരാമനെ പോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ ജീവൻ നഷ്ടമായത് 909 പേർക്കാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാവലിക്ക് സമാന്തരമായി തോൽപ്പെട്ടി വനമേഖലയിൽ തന്നെ ആനയുണ്ട്, ഈ ബേലൂർ മഖ്നയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. ആളുകളുടെ ഒരു ആവശ്യം, പൊതുവെ ചാലിഗദ്ദയിലെയും മറ്റിടങ്ങളിലെയും ഒക്കെ ആളുകളുടെ ഒരു ആവശ്യം ആനയെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തി അനുയോജ്യമായ സ്ഥലത്തെത്തി മയക്കുപിടി വെച്ച് പിടികൂടി ഈ സ്ഥലത്ത് നിന്ന് മാറ്റിവിടണം. അതല്ലാതെ യാതൊരു സുരക്ഷയും ഈ മേഖലയിലുള്ള ആളുകൾക്കില്ല എന്നതാണ് അവരുടെ ഒരു വിമർശനം. വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഇന്നലെ 1 ജീവൻ കൂടി നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 24 ലൈവത്തോൺ സംഘടിപ്പിച്ചത്. കാടിറങ്ങുന്ന വന്യജീവികളുടെ ശല്യത്തിൽ ഭീതിയോടെ കഴിയുന്നത് നിരവധി പേരാണ്. പലതവണ ഇങ്ങനെ ആന വന്ന്, ഇത് 2ാമത്തെ തവണയാണ് ആന വന്ന് ഇതിപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടാതെ കിട്ടി. താമസിക്കുന്നത് മുകളിലത്തെ ആ കെട്ടിടത്തിലായിരുന്നു. പക്ഷേ ആ മുകളിലത്തെ കെട്ടിടത്തിൽ താമസിച്ചപ്പോഴും ആന വന്ന് എല്ലാം നഷ്ടപ്പെടുത്തി. ഇവരുടെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി. ഞങ്ങൾ ഉറങ്ങിക്കിടന്നറിയില്ല, ഇത് രാത്രിയായിരുന്നു ഇത് സംഭവം നടന്നത്. ഞങ്ങൾ ഈ കൊച്ചും ഞാനും താഴ്ത്തി വീട്ടിലായിരുന്നു. അങ്ങനെ കിടന്നപ്പോൾ നേരം വെളുത്തപ്പോൾ ഇവിടെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങളിവിടെ കഞ്ഞി വെക്കാനായിട്ടാണ്. വീടുമില്ല, ഒന്നുമില്ല. ചിന്നക്കനാറിലെ വിറപ്പിച്ച അരിക്കൊമ്പനെ പിടികൂടി കാട് കടത്തിയിട്ട് 1 വർഷമാകുമ്പോഴും കാട്ടാന ശല്യത്തിന് പൂർണ്ണ പരിഹാരം ഇന്നുമായിട്ടില്ല. മറ്റ് കാട്ടാനകൾ നാട്ടിലിറങ്ങാതിരിക്കാനുള്ള നടപടി കൂടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് ചിന്നക്കനാൽ പ്രദേശവാസികൾ 24 ലൈവത്തോണിൽ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന് ഞങ്ങൾ വീണ്ടും ആക്രമണത്തിന് വന്നു. മേലുള്ള പച്ചക്കറി തോട്ടത്തിലെല്ലാം കയറി പച്ചക്കറിയും മതിലൊക്കെ ഇടിച്ച് പച്ചക്കറിയൊക്കെ തിന്നച്ചു പോയി. ഞങ്ങൾ 14 വർഷമായി ഷെഡിൽ തന്നെ താമസിക്കുന്നു. ഇന്ന് വരെ ഞങ്ങൾക്കൊരു വീടായിട്ടില്ല. കളക്ടറിൻ്റെ അടുത്ത് അപേക്ഷിച്ച് എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ മടുത്തു. ഇനി ഒരു നിവൃത്തിയുമില്ല. ഇനി അതിനുള്ള നിവൃത്തി എന്നാന്ന് ചോദിച്ചാൽ ഇനി ഒന്നുകൂടെ കളക്ടറിൻ്റെ അടുത്ത് പോവുക, അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുക. സംസ്ഥാനത്തെ വിവിധ മലയോര ഗ്രാമങ്ങൾ കഴിയുന്നത് വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ് എന്ന് 24 ലൈവത്തോണിൽ പൊതുജനങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പോര് തുടരുന്നു. വിവാദങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ പ്രതികരിച്ചു. ക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായെന്ന പരിഹാസവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. കേരള ഗാനവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തെറ്റ് ഏറ്റെടുത്ത് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ രംഗത്തെത്തുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് കുരിശിലേറുന്നത് മഹത് പ്രവൃത്തിയാണ്. തികഞ്ഞ നിസ്സംഗതയോടെ തനിക്ക് പങ്കില്ലാത്ത പ്രവൃത്തികളുടെ കുരിശ് ഏറ്റെടുക്കുന്നുവെന്നും K. സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സച്ചിദാനന്ദന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഉടനെത്തി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. തന്നെ പാട്ടുകാരനെന്ന് വിശേഷിപ്പിച്ച സച്ചിദാനന്ദനോട് എഴുത്തച്ഛനും പാട്ടുകാരനായിരുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിച്ചു. കേരള ഗാനത്തിനായി തന്നെ സമീപിച്ചുവെന്നും പിന്നീട് ഒഴിവാക്കിയെന്നുമുള്ള ശ്രീകുമാരൻ തമ്പിയുടെ വെളിപ്പെടുത്തലായിരുന്നു വിവാദങ്ങൾക്ക് വഴിവെച്ചത്. 24 കോഴിക്കോട്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് BJPയിലേക്കെന്ന് റിപ്പോർട്ട്. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തുവെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ നേരിൽ കണ്ട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ മുഖമായ കമൽനാഥ് BJP നേതാക്കളുമായി ഇതിനകം ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. മകൻ നകുൽനാഥ്, MP വിവേക് തൻക എന്നിവർ BJPയിലേക്ക് കൂടുമാറാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. കോൺഗ്രസുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധം അവസാനിപ്പിക്കുന്ന കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകന് ചിന്ദ്വാഡ ലോക്സഭാ സീറ്റും BJP വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥ് സോണിയാഗാന്ധിയെ കണ്ട രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുകൂല പ്രതികരണം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് BJPയുമായി ചർച്ച നടത്തിയത് എന്നാണ് സൂചന. ചൊവ്വാഴ്ച ഭോപ്പാലിലെ വസതിയിലേക്ക് കമൽനാഥ് MLAമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. നിരവധി MLAമാർ തനിക്കൊപ്പമുണ്ടെന്ന് കാണിക്കാനുള്ള കമൽനാഥിന്റെ ശക്തി പ്രകടനമായാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 3 മധ്യപ്രദേശിലെത്തുമ്പോൾ കമൽനാഥിനെയും അനുയായികളെയും മറുകണ്ഠം ചാടിക്കാനാണ് BJPയുടെ നീക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ മധ്യപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജി ചോദിച്ചു വാങ്ങിയതോടെ കമൽനാഥ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുകയാണ്.
24 ഡൽഹി. കോഴിക്കോട് കല്ലാച്ചിയിൽ 3.5 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. അതിഥിത്തൊഴിലാളിയുടെ മകൻ ആകാശിനാണ് പരിക്കേറ്റത്. അതിഥിത്തൊഴിലാളിയായ നാസർ ഖാനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഭിജിത്ത്. ടി.കെ. അല്പസമയം മുൻപാണ് കല്ലാച്ചിയിൽ അതിഥി തൊഴിലാളിയുടെ 3.5 വയസ്സുകാരനായ മകന് തെരുവ് നായയുടെ കടിയേറ്റത്. മുഖത്ത് ഗുരുതരമായി ഈ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കല്ലാച്ചി കോടതിക്ക് സമീപം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നായയുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ കുട്ടിയെ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വടകര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരാൾക്ക് കൂടി, അതായത് ബംഗാളി സ്വദേശിയായ നാസർ ഖാൻ എന്നയാൾക്ക് കൂടി തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. നേരത്തെ തന്നെ വളരെ വലിയ രീതിയിൽ തെരുവുനായയുടെ ആക്രമണം പതിവായ ഒരു മേഖല കൂടിയാണ് ഈ കല്ലാച്ചി. വീണ്ടും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ടി.കെ. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെതിരായ CPIM പ്രചാരണം തള്ളി NK പ്രേമചന്ദ്രൻ MP. ക്ഷണിച്ചത് പാർലമെന്ററി രംഗത്ത് മികവ് തെളിയിച്ചവരെ എന്ന് വിശദീകരണം. 3ാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച് വീണ്ടും K മുരളീധരൻ MP. പാർട്ടിയിൽ അവഗണനയെന്ന് തുറന്നു പറച്ചിൽ. സമരാഗ്നി ജാഥയിൽ പരിഗണന കിട്ടിയില്ല എന്നും 24 അഭിമുഖത്തിൽ K മുരളീധരൻ. ഗോഡ്സെ പ്രകീർത്തനത്തിൽ കോഴിക്കോട് NIT അധ്യാപികയെ ചോദ്യം ചെയ്ത് പോലീസ്. ചൊവ്വാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം. 3ാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങിയാലും തെറ്റില്ലെന്ന് K മുരളീധരൻ. ലീഗിന് K കരുണാകരന്റെ കാലത്ത് 3ാം സീറ്റ് അനുവദിച്ച ചരിത്രമുണ്ട്. ഉഭയകക്ഷി ചർച്ച നടക്കുന്നതിനിടയിലാണ് പ്രതികരണം. പാർട്ടിയിൽ അവഗണന തുടരുകയാണെന്നും K മുരളീധരൻ ആവർത്തിച്ചു. ചരിത്രം ഓർമ്മിപ്പിച്ചാണ് മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യത്തിന് K മുരളീധരൻ പൂർണ്ണ പിന്തുണ നൽകുന്നത്. സിറ്റിംഗ് MP സീറ്റുകൾ അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് 2 സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻ്റ് ആണ്. അതിൽ കണ്ണൂർ മലബാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്. അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. 3ാം സീറ്റിന് ലീഗിന് അർഹതയുണ്ടെന്നും ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. അതേസമയം INTUCയുടെ സീറ്റ് ആവശ്യത്തെ മുരളീധരൻ തള്ളി. INTUCക്ക് അഭിപ്രായം പറയാം, ഒരു തെറ്റുമില്ല. സീറ്റ് ആവശ്യപ്പെടാം, അതിലും തെറ്റില്ല. പക്ഷേ തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന പറയാനുള്ള അവകാശമില്ല. പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ 16 മത്സരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അതിനത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. സമരാഗ്നിയിൽ പേരോ ചിത്രമോ ഇല്ലാത്തതിൽ മുരളീധരൻ അതൃപ്തി പ്രകടമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷന്റെ ചിത്രം എവിടെയും ഇല്ല, ഒരു പേര് എവിടെയും ഇല്ല, ഒരു മെൻഷനിങ്ങും ഇല്ല. അത് ഇവിടെ വടകരയിലും ഇല്ല. ഇത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് വിട്ടുപോയി എന്നുള്ള സ്ഥിരം പല്ലവി പല സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് മാത്രമേ വിട്ടുപോകാറുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. വീണ വിജയനെതിരായ അന്വേഷണത്തിൽ പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനെ മാതൃകയാക്കണം. ഫയറിംഗ് ലൈൻ വിത്ത് KR ഗോപികൃഷ്ണൻ അഭിമുഖത്തിലാണ് മുരളീധരന്റെ തുറന്നു പറച്ചിൽ. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.